ഇന്നത്തെ എൻ്റെ ഉച്ചയുറക്കം കഴിഞ്ഞപ്പോഴാട്ടോ മുമ്മു യാദവും പെട്ടെന്ന് കയറി വന്നേ. അവർ ചോദിച്ചതോ മാങ്ങ ഉപ്പിലിട്ടത്. കോമഡി ആയിട്ട് തോന്നല്ലേ. അപ്പം നമ്മൾ മാങ്ങ പറിക്കാൻ പോവുകയാണ്. അപ്പുറത്തെ പറമ്പിലെ മാങ്ങ കട്ട് പറിക്കുക കേട്ടോ. എൻ്റെ ഡ്രസ്സ് കണ്ട് ആരും ഒന്നും വിചാരിക്കരുത്, ഉറക്കപ്പിച്ചാണ്, ഒന്നും തോന്നരുത് കേട്ടോ. അപ്പം മുമ്മുവും യാദവും ഏട്ടനും എല്ലാവരും ഉണ്ട്. നമ്മൾ അപ്പുറത്തെ മാങ്ങ അതിസാഹസികമായി കട്ട് പറിക്കുക കേട്ടോ. അപ്പുറത്തെ വീട്ടുകാരോടും പറയാനുണ്ട്, ക്ഷമിക്കണം, ക്ഷമയൊക്കെ ഇതുവഴി ചോദിക്കുവാണ്. നേരത്തെ നമുക്ക് ആ മാവിൽ നമുക്ക് കയ്യെത്തി പറിക്കാവുന്ന രീതിയിൽ കുറേ മാങ്ങ ഉണ്ടായിരുന്നു. അത് ആരൊക്കെയോ പറിച്ചു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മാങ്ങ കഴിക്കാൻ തോന്നിയപ്പം കയ്യെത്തി പറിക്കാൻ വേണ്ടി ഇല്ല. അപ്പോൾ നമ്മൾ കവറൊക്കെ ഇട്ട് പറിക്കുക കേട്ടോ. ഇത് നമുക്ക് കുറേ മാങ്ങ കിട്ടി, 3 മാങ്ങയോളം കിട്ടിയിട്ടുണ്ടായിരുന്നു താഴ്ന്ന്. പിന്നെ നമ്മൾ ആ മാങ്ങയെല്ലാം പെറുക്കി ഈ മാങ്ങ എല്ലാം കൂടെ കൂട്ടി നമ്മുടെ ടെറസിൽ പോയിട്ട് ഉപ്പിട്ട് കഴിക്കാനുള്ള പ്ലാനാണ് കേട്ടോ നമുക്കുള്ളത്. അപ്പം നമ്മുടെ മുംതാസ് ഇപ്പോൾ സ്പൈഡർമാൻ ആവുന്ന രംഗം കാണാം കേട്ടോ. നമ്മുടെ കൂട്ടത്തിലെ സ്പൈഡർമാനാണ് നമ്മുടെ മുംതാസ്. സ്പൈഡർമാനെ പോലെ ഏത് ഭിത്തിയിലും എവിടെയും വലിഞ്ഞു കയറും നമ്മുടെ മുമ്മു. ആ കാര്യത്തിലൊക്കെ ഭയങ്കര അതിസാഹസികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുമ്മുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മാവിൽ പഴുത്ത മാങ്ങ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാട്ടോ ഈ സാഹസികമായിട്ടുള്ള പോക്ക്. അപ്പം നമ്മൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ നേരെ നമ്മുടെ ടെറസിലെത്തിയിട്ട് നമ്മൾ ഓൾറെഡി ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളതെല്ലാം കൂട്ടി കഴിക്കുക കേട്ടോ. ഞാൻ വീണ്ടും പറയുവാണ്, ഞാൻ ഉറക്കപ്പിച്ചാണ്, ഒന്നും തോന്നരുത്. ഇതെല്ലാവരും ആസ്വദിച്ച് മാങ്ങ കഴിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുംതാസിന് ഈ പുളിയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല, അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. മുംതാസിന് ഇടയ്ക്കിടയ്ക്ക് പുളിമാങ്ങ കഴിക്കാൻ തോന്നും, അതങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. താങ്ക് യു.